നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ കൈയൊഴുകിയാണ്. കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല, ദയാധനം സ്വീകരിക്കാതെ മറ്റു നടപടികളിലേക്ക് പോകാനാകില്ല എന്നൊക്കെയാണ് കേന്ദ്രത്തിൻ്റെ പുതിയ വാദങ്ങൾ. നിമിഷപ്രിയ എന്ന ഇന്ത്യൻ പൗര അവിടെ അനുഭവിക്കുന്ന, യമനിൽ അനുഭവിക്കുന്ന വധശിക്ഷ കാത്തുകിടക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടം, ഇടതെമ്പിമാരടക്കം നിയമനിർമ്മാണ സഭകളിൽ ഇതിനെതിരായി നീങ്ങുന്ന ഒരു ഘട്ടം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്രം ഇതാ കൈയൊഴിയുന്നതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, എന്തൊക്കെയാണ് മോദി സർക്കാരിൻ്റെ നിമിഷപ്രിയ വിഷയത്തിലെ ഏറ്റവും പുതിയ നിലപാട്? നിമിഷപ്രിയ കേസിൽ ഇടപെടാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ല എന്ന നിലപാട് കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ AG അറിയിച്ചിരിക്കുന്നത്. നിര്യാതനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതി ഉണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാക്കണം. അതായത് നയതന്ത്ര ഇടപെടൽ അസാധ്യമാണ്, അവിടെ ഇടപെടാൻ ചില പരിമിതികൾ ഉണ്ട്, പരമാവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് പൂർണ്ണമായും നിമിഷപ്രിയ കേസിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ല എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം 16-ാം തീയതി ഇനി വെറും 2 ദിവസം മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീയതി നേരത്തെ ഈ അധികൃതരെ പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി നയതന്ത്ര ഇടപെടൽ വേണം, കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഈ ഒരു ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് സുപ്രീം കോടതിയോട് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ ഇടപെടാൻ ചില പരിമിതിയുണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുകയും പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ ദിയാദനവും സംബന്ധിച്ചും ഈ ഒരു രക്തപ്പണം നൽകുന്ന ചർച്ചകൾ സംബന്ധിച്ച എല്ലാ നിലയും ഇതിൽ ഇടപെടാൻ പരിധിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം. മാത്രമല്ല നല്ലത് സംഭവിക്കില്ല എന്ന് കൂടി സുപ്രീം കോടതി പറയുകയും ചെയ്തു. കാരണം ഇനി വെറും 2 ദിവസം മാത്രമാണ് ഉള്ളത്. ഈ വധശിക്ഷയിൽ ഒഴിവാക്കാൻ ഇനി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നേരത്തെയും പാർലമെന്റിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കം ഈ നിമിഷപ്രിയയുടെ വിഷയം ഉയർത്തിക്കാട്ടിയപ്പോൾ അന്ന് ഈ കേന്ദ്രമന്ത്രിയായ സിംഗ് വ്യക്തമാക്കിയത് ഈ ഒരു വിഷയം നിമിഷപ്രിയയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിലുള്ള ഒരു വിഷയമാണ്, 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അതിൽ ഇടപെടാനില്ല എന്നൊരു നിലപാടായിരുന്നു അന്നും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. നേരത്തെയും കേന്ദ്ര സർക്കാർ സമാനമായ ഒരു നിലപാട് തന്നെയാണ് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കൈയൊഴിഞ്ഞുകൊണ്ടുള്ളൊരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതുകൊണ്ട് ഏറ്റവും വേദനാജനകമായ കാര്യം. നമുക്കറിയാം, നിമിഷപ്രിയയുടെ അമ്മ പ്രേംകുമാരി കഴിഞ്ഞ 1 വർഷത്തോളമായി ഇപ്പോൾ യമനിലെ സനയിലാണുള്ളത്. സനയിൽ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പവർ അറ്റോർണി ഹോൾഡറായ സാമൂൽ ജെറാമാണ് ഇവരെ സഹായിക്കുന്നത്. സേവ് നിമിഷ കൗൺസിൽ എന്നൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയുള്ള ദിയാദനത്തിന് വേണ്ടിയുള്ള പണം സ്വരൂപിച്ചത്. അങ്ങനെ എല്ലാ രീതിക്കും കേരളത്തിലെ ആളുകളും ഈ സേവ് നിമിഷപ്രിയയെല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പണം സ്വരൂപിച്ചതും. ഇതിൽ നയതന്ത്രമായ ഇടപെടൽ നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതിൽ മറ്റൊരു വ്യക്തിക്കും ഇടപെടാൻ കഴിയില്ല. പക്ഷെ ആ നയതന്ത്രമായ ഇടപെടൽ നടത്തേണ്ട കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കൈയൊഴിയുന്ന ഒരു സമീപനം നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, നിമിഷപ്രിയയുടെ അമ്മ പ്രേംകുമാരിക്ക് ഈ ഒരു മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യമനിലേക്ക് പോകാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ അനുമതി ചോദിച്ചപ്പോഴും അന്നും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിലൂടെയാണ് അവർക്ക് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇവർക്കൊരു അനുമതി നൽകിയത്. എന്തായാലും ആദ്യം മുതൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇപ്പോഴും ഏറ്റവും അവസാനം